എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മുടെ പ്രധാന വിഷയം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ന്യൂസ് ഏജൻസീസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ന്യൂസ് ഏജൻസീസിൻ്റെ പ്രവർത്തനം? അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. APF പോലെയുള്ള അല്ലെങ്കിൽ റോയിറ്റേഴ്സ് പോലെയുള്ള ചില ന്യൂസ് ഏജൻസികൾ. അതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ APF അല്ല API പോലെയുള്ള ന്യൂസ് ഏജൻസികളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുള്ളൂ. ഇനി നിങ്ങൾ ന്യൂസ് ഏജൻസീസ് എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഈച്ച് ആൻഡ് എവ്രി വണ്ണിനെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ന്യൂസ് ഏജൻസീസ് പഴയ 1947 മുൻപ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ള ചില ന്യൂസ് ഏജൻസീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. റോയിറ്റേഴ്സ് വാസ് ദി ഓൺലി ന്യൂസ് ഏജൻസി ദാറ്റ് പ്രൊവൈഡഡ് വേൾഡ് ന്യൂസ് ടു ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്. വളരെ പഴക്കമുള്ള ന്യൂസ് ഏജൻസിയാണ്. ന്യൂസ് ഏജൻസീസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ന്യൂസ് ഏജൻസീസ് മലയാളത്തിലും ഇംഗ്ലീഷിലോ ആയിട്ട് പല രാജ്യങ്ങളിൽ വിഭജിച്ച് കിടക്കുന്ന പല പത്രങ്ങൾക്കും ന്യൂസ് പോർട്ടലുകൾക്കുമൊക്കെ വാർത്തകൾ കൊടുക്കും. എന്താ അതുകൊണ്ട് മെച്ചം അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? സ്ട്രിങ്ങേഴ്സിൻ്റെ പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കണ്ടേ? അതിനെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. അത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതിനിവർ ചെയ്യുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പത്രത്തിനൊക്കെ വരിസംഖ്യ അടക്കില്ലേ മാസം, അതുപോലെ റോയിറ്റേഴ്സ് പോലെയുള്ള API പോലെയുള്ള ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികൾക്കൊക്കത്തിനും വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കുന്നവർക്ക് മാത്രമാണ് വാർത്തകളും ചിത്രങ്ങളും അവർ തരുള്ളൂ. അപ്പോൾ ഒരു വർഷത്തേക്ക് 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ റോയിറ്റേഴ്സിന് കിട്ടുന്ന എക്സ്ക്ലൂസീവ് ന്യൂസുകളൊക്കെ തന്നെ, ഇൻ്റർനാഷണൽ ന്യൂസുകളൊക്കെ തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ബംഗാളിയിലോ ഒക്കെ അച്ചടിക്കുന്ന ഇന്ത്യയിലുള്ള ലോക്കൽ പത്രങ്ങൾക്ക് അവർ കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആ പത്രത്തിന് ഒരു വർഷത്തേക്ക് 10,000 രൂപ അല്ലെങ്കിൽ 20,000 എത്രയെങ്കിലും, ഞാനൊരു മിനിമം കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ റോയിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മലയാളത്തിൽ അച്ചടിക്കുന്ന ഡെയിലി ദിനപത്രങ്ങൾ 20-ൽ മേലെയുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ പ്രചാരമുള്ള 20ഓളം പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മംഗളം, ചന്ദ്രിക, അതുപോലെ തന്നെ വീക്ഷണം, ജന്മഭൂമി എന്ന് തുടങ്ങിയ ഒരുപാട് പത്രങ്ങളുണ്ട്, മാധ്യമം. അപ്പോൾ ഈ പത്രങ്ങളൊക്കെ തന്നെ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കുന്നു. ഇന്ത്യയിലെ 10,000-കണക്കിന് പത്രസ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ റോയിറ്റേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ റോയിറ്റേഴ്സിന് കിട്ടുന്നത് ഭീമമായിട്ടുള്ളൊരു തുകയാണ്. അതുകൊണ്ടാണ് ആ ന്യൂസ് ഏജൻസീസൊക്കെ പ്രവർത്തിച്ചു പോകാനായിട്ട് പറ്റുന്നത്. ദിസ് ഇമ്പീരിയൽ ന്യൂസ് ഏജൻസി കൺട്രോൾഡ് ഇൻ ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാനും, പുറം ലോകത്ത് അതായത് ഇന്ത്യക്ക് പുറത്ത്, കാരണം ഇപ്പോൾ യൂറോപ്പ്, അമേരിക്ക, ഇനി ഒട്ടും അറിയപ്പെടാതെ തീരെ വാർത്തകൾ പുറത്തുവിടാത്ത ഒരു കോണ്ടിനെൻ്റാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും പുറത്തു വരില്ല. പിന്നെ ചില സംഭവങ്ങൾ, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തിരഞ്ഞെടുക്കപ്പെടുക, ഭരണാധികാരി കൊല്ലപ്പെടുക, ഇതൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കുമായിരിക്കാം. എന്നിരുന്നാലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളെയൊക്കെ ക്രോഡീകരിച്ച് ഇന്ത്യൻ പത്രങ്ങൾക്ക് കൊണ്ടുവന്നു തരികയും ഇന്ത്യൻ പത്രങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചതായിട്ട് അവർ കണ്ടെത്തുന്ന പ്രധാന വാർത്തകളെ കളക്ട് ചെയ്ത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും
കൊടുത്തു വിടുകയും ചെയ്യുന്ന, അതാണ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പം മനോരമ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ വാർത്തയ്ക്ക് റോയിട്ടേഴ്സ് ഇങ്ങോട്ട് പൈസ കൊടുക്കൂട്ടോ. അതാ ഞാൻ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് ആണെന്ന്. അവിടെ നിന്ന് കിട്ടുന്നതിന് മാത്രം സബ്സ്ക്രിപ്ഷൻ, ഇവിടെ നിന്ന് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നുമില്ല. ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓരോ വാർത്തയ്ക്കും റോയിട്ടേഴ്സും മനോരമയ്ക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അത് മനോരമയ്ക്ക് മാത്രം കിട്ടിയ വാർത്തയാണെങ്കിൽ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂസ് ഏജൻസികൾ ഉണ്ടായിരിക്കും, അവരും മറ്റ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികളുമായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരായിരിക്കും ഇന്ത്യയിലെ വാർത്തകൾ റോയിട്ടേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നിയന്ത്രിക്കുന്നത് റോയിട്ടേഴ്സിനെ പോലുള്ള ന്യൂസ് ഏജൻസീസാണ്. KC Roy was the pioneer who started an Indian agency called Associated Press of India, API. ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു ന്യൂസ് ഏജൻസി, ഇന്ത്യയുടെ ന്യൂസ് ഏജൻസി. റോയിട്ടേഴ്സ് ബ്രിട്ടൻ്റെയാണ്, UK ആണ് ആസ്ഥാനം. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ന്യൂസ് ഏജൻസി വേണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ KC Roy എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ എഫേർട്ടിൻ്റെ പുറത്ത് API എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് ഏജൻസി. സ്റ്റാർട്ടഡ് ആൻ ഇന്ത്യൻ ന്യൂസ് ഏജൻസി called Associated Press of India. But it could not function for long on account of stiff competition from Reuters. Roy was forced to amalgamate API with Reuters. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായില്ല. ഒരുപാട് കാലമൊന്നും ഈ പ്രസ്ഥാനം കൊണ്ടുപോകാൻ KC Royക്ക് കഴിഞ്ഞില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, API കൊടുക്കുന്ന വാർത്തകൾ കാര്യക്ഷമമായിട്ട് മറ്റ് പത്രങ്ങളിലേക്ക് എത്തിക്കാൻ APIക്ക് പറ്റുന്നില്ല. കാരണം ഇതൊരു ഇന്ത്യൻ വ്യക്തി ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. റോയിട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവരെ ബാക്കപ്പ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടനിലുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എടുക്കുന്ന സാങ്കേതിക വിദ്യ, അവരെടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട്, അവരെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഈ ഒരു ഇന്ത്യൻ ന്യൂസ് ഏജൻസിക്ക് പറ്റാതെ വരികയും അവസാനം അവരുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ കാരണം APIക്ക് റോയിട്ടേഴ്സിൽ ലയിക്കേണ്ടതായിട്ട് വന്നു. അതോടുകൂടി API എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതായി. Many Indian leaders felt that a British controlled organization would never reflect the Congress views accurately. Hence, a strong need was felt to start an independent nationalist news agency. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ നാഷണലിസ്റ്റ് ലീഡേഴ്സിനും ഇന്ത്യയിലെ എഡിറ്റേഴ്സിനൊക്കെ ഒരു കാര്യം മനസ്സിലായി, നമുക്കൊരു ന്യൂസ് ഏജൻസി വേണം. കാരണം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ളതാകുമ്പോൾ അവരിവിടുത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യും. ആ പത്രങ്ങൾ, ആ ന്യൂസ് ഏജൻസി ഒരിക്കലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വാർത്തയും കൊടുക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ എഡിറ്റേഴ്സൊക്കെ കൂടി ആലോചിച്ച് നമുക്ക് മാത്രമായിട്ട് ഇന്ത്യയുടേത് എന്ന് വിളിക്കാവുന്ന ഒരു ന്യൂസ് ഏജൻസി വേണമെന്നുള്ളൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. The man who translated this idea into a reality was S. Sadanand. ഈ പേര് ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ ഗ്രേറ്റ് മാസ്റ്റർ S. Sadanand. കാരണം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നപ്പോൾ അത് സധൈര്യം ഏറ്റെടുത്ത് അതിനുവേണ്ട ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു പ്രസ് ന്യൂസ് ഏജൻസി ഇന്ത്യയിൽ ആരംഭിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് S. Sadanand, who had served for some years with Reuters. അദ്ദേഹം റോയിട്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് ഏജൻസി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ അതിനെ എങ്ങനെ യൂസ്ഫുള്ളാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഇന്ത്യൻ ന്യൂസ് ഏജൻസിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് S. Sadanand. Thus,
Free Press of India FPI came into existence in 1927. 1927 ഒരു സ്വതന്ത്ര ന്യൂസ് ഏജൻസി, ഇന്ത്യക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് ഏജൻസി, ഒരു ഇന്ത്യൻ ന്യൂസ് ഏജൻസിക്ക് അങ്ങനെ തുടക്കം കുറിച്ചു. എസ് സദാനന്ദ്. British government came down with a heavy hand on this news agency. Free press telegrams were subjected to strict censorship and many newspapers were pressurized not to publish the news supplied by this agency. Sadanand had to close down the agencies eventually. ബ്രിട്ടൻ ഒരു നിലയ്ക്കും നമ്മളുടെ ന്യൂസ് ഏജൻസികളെ വളരാനായിട്ട് അനുവദിച്ചില്ല. കാരണം എസ് സദാനന്ദ് റോയിറ്റേഴ്സിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ന്യൂസ് ഏജൻസി ഉണ്ടാക്കി. അതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസികളും പുറത്തുവിടാൻ മടിക്കുന്ന വാർത്തകളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെതിരെ പ്രയോഗിച്ച മാർഗം വളരെ സ്ട്രിക്റ്റായിട്ട് അവരെ സെൻസർ ചെയ്യാനായിട്ട് തുടങ്ങി. അവരയക്കുന്ന ടെലഗ്രാമുകൾ, അവരയക്കുന്ന ഫാക്സ് നോട്ടുകളൊക്കെ കൺട്രോൾ ചെയ്ത് അതിനെ പിടിച്ചെടുത്ത് അതിൽ സെഡീഷ്യസ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കാനായിട്ട് തീരുമാനിച്ചു. തുടർച്ചയായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടലും ഒപ്പം ഒരു നിയമം കൂടി കൊണ്ടുവന്നു. ഈ പറയുന്ന ഫ്രീ പ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി നൽകുന്ന വാർത്തകൾ ഒരു പത്രവും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും അവർ നിയമം കൊണ്ടുവന്നു. അതോടുകൂടി എസ് സദാനന്ദിന് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വരികയും അദ്ദേഹത്തിന് അത് അടച്ചു പൂട്ടേണ്ടതായിട്ടും വന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് തവണ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ്. ഗാന്ധിജിയാണ് നേതൃത്വം കൊടുത്തത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച പുതിയൊരു ആശയം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. British authorities made very effort to control and muzzle the nationalist press during the Quit India movement launched by Indian National Congress in 1942. Pro-Congress newspapers like Hindustan Times of New Delhi, edited by Devadas Gandhi, and National Herald, edited by Jawaharlal Nehru, had to bear the brunt during this period. Gandhiji suspended the publication of Harijan and other weeklies on account of pre-censorship imposed the government. National Herald was closed down in August 1942 and it could resume publication only in 1945. അപ്പോൾ 1942 ഇന്ത്യ മുന്നോട്ട് വെച്ച പുതിയ ആശയം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തുവിട്ട പുതിയൊരു ആക്ഷൻ പ്ലാനാണ്, പ്രോഗ്രാമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണം, ക്വിറ്റ് ഇന്ത്യ എന്നീ പറയുന്ന ഈ ആശയത്തെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിൽ ചർച്ച നടക്കുകയും ഈ പ്രവർത്തനം, ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യ ബ്രിട്ടനെതിരെ പോരാടണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ ചില പത്രങ്ങൾ ഈ ആശയത്തെയും ഇത് മുന്നോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. ഈ സമയത്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ പത്രങ്ങളെയും ബാൻ ചെയ്തുകൊണ്ട് അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസർഷിപ്പ് നടപടികൾ നടപ്പിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വന്നു. അതിലൊരു പത്രം, നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം ജവഹർലാൽ നെഹ്റു എഡിറ്റ് ചെയ്തിരുന്നതാണ്. ഹരിജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മഹാത്മാഗാന്ധിജി എഡിറ്റ് ചെയ്തിരുന്ന പത്രമാണ്. ഈ പത്രങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. കാരണം അത്രയും സ്ട്രിക്റ്റാണ് സെൻസർഷിപ്പ്. ലൈസൻസ് കിട്ടില്ല, ലൈസൻസ് ഇല്ലാത്ത പത്രങ്ങൾ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തുന്ന പത്രങ്ങളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി കോൺഫിസിക്കേറ്റ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യും ഫാക്ടറി. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ എന്തായാലും ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കണമെങ്കിൽ സെൻസർഷിപ്പ് ഉണ്ടാവും. ആദ്യം പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വായിച്ചു നോക്കും. അവർക്കെതിരായിട്ട് സ്വാതന്ത്ര്യത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു വാചകം ഉണ്ടെങ്കിൽ പത്രം പ്രിൻ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ പത്രങ്ങൾക്ക്?
അതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഗാന്ധിജിയുടെ പത്രം നിർത്തിവെക്കേണ്ടി വന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രം 1942 അടച്ചുപൂട്ടി. 1945 പിന്നീട് അതിൻ്റെ പ്രസിദ്ധീകരണം വീണ്ടും ആരംഭിക്കാനായിട്ട് സാധിച്ചു. ട്രാൻസിഷൻ ടു ഇൻഡിപെൻഡൻസിലേക്കുള്ള ഇന്ത്യയുടെ ഒരു മൂവ്മെൻറ്റ്. ബ്രിട്ടീഷ് ഓൺഡ് ന്യൂസ് പേപ്പേഴ്സ് ബിഗാൻ ടു ചേഞ്ച് ദി ഓണർഷിപ്പ് ഇൻ ടു ഇന്ത്യൻ ഹാൻഡ്സ്. ആണ് ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതോട് കൂടിയിട്ട് പല പത്രങ്ങളും പത്രത്തിൻ്റെ സ്ഥാപനം അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ഇന്ത്യക്കാർക്ക് വിറ്റിട്ട് പല ബ്രിട്ടീഷുകാരും ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. ലൈക്ക് ദി ഓണേഴ്സ് ഓഫ് മെനി പ്ലാന്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ദ ബ്രിട്ടീഷ് പ്രൊപ്പറേറ്റേഴ്സ് ഡിസൈഡഡ് ടു സെൽ ദ ന്യൂസ് പേപ്പേഴ്സ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ വാസ് ടോൾഡ് ടു രാമകൃഷ്ണ ഡാൽമിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡാൽമിയ വജ്രം സിമെൻറ്റ്സ്. ഇന്ത്യയിലെ വളരെ പോപ്പുലറായിട്ടുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു സമ്പന്ന കുടുംബം. അവരാണ് ദി ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ഇന്നും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അവരന്ന് ബ്രിട്ടീഷിൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം മേടിച്ചതുകൊണ്ടാണ് പിന്നീട് ആ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം നടന്നത്. ആൻഡ് ദ മദ്രാസ് മെയിൽ വാസ് കം അണ്ടർ ഇന്ത്യൻ മാനേജ്മെൻറ്റ്. ദ സ്റ്റേറ്റ്സ്മാൻ കെയിം അണ്ടർ ടാറ്റ. ടാറ്റേനെ അറിയില്ലേ? രത്തൻ ടാറ്റ. ടാറ്റ ഗ്രൂപ്പാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രം ഏറ്റെടുത്തത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് പിന്നെ അതൊരു ഇന്ത്യൻ പത്രമായിട്ട്, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന പത്രമായിട്ടൊക്കെ പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങി. മദ്രാസ് മെയിൽ അതിൻ്റെ പ്രസിദ്ധീകരണം കുറച്ച് നാൾ കൊണ്ടു നടന്നു. പിന്നീട് അത് നിർത്തേണ്ടതായിട്ട് വന്നു. സ്റ്റേറ്റ്സ്മാനും നിർത്തി. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമേ നിലവിലുള്ളൂ. The bitter Hindu-Muslim right before the and immediately after the independence made it impossible for many Hindu-owned newspaper to function in Pakistan and Muslim-owned newspaper to continue publication in India. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്തൊരു കറുത്ത പാടായിട്ട് നിൽക്കുന്ന സംഭവമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുന്നു. ഒരേ ശരീരവും ഒരേ ആത്മാവുമായിട്ട് കഴിഞ്ഞിരുന്ന രാജ്യങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് മുസ്ലിം രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം എന്ന പേരിൽ വിഭജിച്ച് തമ്മിലടിപ്പിച്ച് 2ആക്കി പിരിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത്. ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും വാദിച്ചിരുന്ന പല വ്യക്തികളുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഗാന്ധിയും നെഹ്റുവും പോലെയുള്ളവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ, ഗാന്ധിജി ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഗാന്ധിജി ഒരു മതേതരവാദിയും അതേസമയം രാമരാജ്യം നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ രാജ്യം, ശ്രീരാമൻ ഹിന്ദു ദൈവം, അതുകൊണ്ട് തന്നെ ഹിന്ദു രാഷ്ട്രം അല്ല. ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ശ്രീരാമൻ്റെ രാജ്യമല്ല. ശ്രീരാമൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രാജാക്കന്മാരിൽ ഒരാളായിട്ടാണ് ഗാന്ധിജി കണക്കാക്കുന്നത്. അതുകൊണ്ട് രാമൻ ഭരിച്ചിരുന്ന പോലെ രാമൻ്റെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇനി ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നതാണ് ഗാന്ധിജിയുടെ രാമരാജ്യം. അല്ലാതെ ഇന്ന് പലരും പറഞ്ഞു പരത്തുന്നത് പോലെ രാമൻ ഹിന്ദു ദൈവമാണ്, ആ ഹിന്ദുവിൻ്റെ രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ടാണ് ഗാന്ധി ഇതിനെ ഹിന്ദു രാജ്യം രാമരാജ്യം എന്ന് വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മൊത്തം തെറ്റാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഗാന്ധി അങ്ങനെ തീവ്ര ഹിന്ദു മനോഭാവമുള്ളൊരു വ്യക്തിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തീവ്ര ഹിന്ദു മനോഭാവമുള്ള ഒരു തീവ്രവാദിയായ തീവ്രവാദി എന്ന് വിളിക്കാവുന്ന നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തി ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലില്ലായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിലുള്ള മുസ്ലിംസിന് വേണ്ടി വാദിക്കുകയും മുസ്ലിംസും ഇന്ത്യക്കാരാണ്, അവർക്കും ഇന്ത്യയിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഹിന്ദു തീവ്ര മനോഭാവമുള്ള നാഥൂറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയത്. നാഥൂറാം വിനായക് ഗോഡ്സെ RSSകാരനായിരുന്നു, BJPക്കാരൻ, അതൊക്കെ വേറെ വിഷയം. ഇവിടെ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാന്ധിയുടെ ആ തീവ്രമായിട്ടുള്ള മതനിരപേക്ഷത പലരും വളച്ചൊടിച്ച് വർഗീയതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഗാന്ധിയെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ നാട്ടിലെ പ്രശ്നം.
ഗാന്ധി കണ്ട രാമരാജ്യം എന്ന സ്വപ്നം വളരെ വിഭിന്നമാണെന്ന്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇന്ന് ഗാന്ധിജിയുടെ പേരിൽ ഈ രാജ്യത്ത് ഒരു രാമരാജ്യം വരണം, ഹിന്ദു രാജ്യം വരണം എന്നൊക്കെ ഓളിയിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ഇവിടുന്ന് പുറത്താക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്താഗതി വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ അന്ന് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം, ഒരു ഹിന്ദു പത്രത്തിനും പാകിസ്ഥാനിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ഓണർ ഹിന്ദു ആണെങ്കിൽ, ഇപ്പോൾ രത്തൻ ടാറ്റയുടെ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രം, അതിന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ടാറ്റ ഹിന്ദു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്രത്തിന് മുസ്ലിം രാജ്യത്ത് പ്രവേശനമില്ല. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഹിന്ദുക്കളുടെ പത്രം മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യക്കാരെത്തിയിരിക്കുകയാണ്. ഇതാ ഒരു കാലഘട്ടത്തിൻ്റെ മനോഭാവം മാത്രമാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമൊന്നുമല്ല. പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളത് അംഗീകരിക്കില്ല. അവരാ സ്ഥാപനത്തിനെതിരെ കല്ലെറിയും, അവരുടെ കോപ്പികൾ മേടിച്ച് വലിച്ച് കീറി കളയും, കത്തിച്ച് കളയും. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ്. ട്രിബ്യൂൺ ഓഫ് ലാഹോർ, പ്രതാപ്, മിലാബ് എക്സിട്ര were shifted to ഇന്ത്യ. ട്രിബ്യൂണും അതുപോലെ തന്നെ പ്രതാപ്, മിലാബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ഓണർഷിപ്പിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന പല പത്രസ്ഥാപനങ്ങളും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായി. ദ ഡൗൺ മൂവ്ഡ് ഓവർ ടു പാകിസ്ഥാൻ. ദ ഡൗൺ എന്ന് പറയുന്ന ഒരു പത്രം ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നു. പക്ഷെ അത് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ പ്രസിദ്ധീകരണം പാകിസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ (PTI), a news agency promoted by the Indian newspapers, were established in 1947. നമ്മൾ പറഞ്ഞ 1927 ഫ്രീ പ്രസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻസിൻ്റേതായിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിക്ക് എസ് സദാനന്ദ് തുടക്കം കുറിച്ചു. പക്ഷേ റോയിട്ടേഴ്സുമായിട്ട് മുട്ടി നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ഇടപെടലിൻ്റെ പേരിലും ആ ന്യൂസ് ഏജൻസിയും അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുതിയൊരു ന്യൂസ് ഏജൻസി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ (PTI) ഇപ്പോഴും നിലവിലുണ്ട്. ചിലപ്പോഴൊക്കെ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ കാണാം. കടപ്പാട് (PTI). പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ന്യൂസ് ഏജൻസിയാണ്. ഇന്ത്യയിലേക്ക് ന്യൂസിൻ്റെ ഇൻഫ്ലോയും ഇന്ത്യയിൽ നിന്ന് ന്യൂസിൻ്റെ ഔട്ട്ഫ്ലോയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ന്യൂസ് ഏജൻസിയാണ്. ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സ് എഡിറ്റേഴ്സ് എല്ലാവരും കൂടിച്ചേർന്ന് എടുത്ത തീരുമാനമാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യമുള്ള ന്യൂസ് ഏജൻസി ആയിട്ട് PTI മാറുകയായിരുന്നു. ഇനി ഇവിടെ ട്രെയിനിൽ കയറിയ ആൾക്കാർ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് ആസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഒബ്റ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947. മുസ്ലിംസ് ആയിട്ടുള്ളവരൊക്കെ ജമ്മു ആൻഡ് കാശ്മീർ കടന്ന് പാകിസ്ഥാനിലോട്ട് പോവുകയും അല്ലെങ്കിൽ പഞ്ചാബിലൂടെ കടന്ന് പാകിസ്ഥാനിലോട്ട് പോവുകയും പാകിസ്ഥാൻ്റെ ഭാഗമെന്ന് വിഭജിച്ച് കൊടുത്ത ഭാഗത്ത് നിന്നുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മൈഗ്രേഷനാണ്. കാരണം മതാടിസ്ഥാനത്തിലാണ് രണ്ട് വിഭാഗങ്ങളാക്കി, രണ്ട് രാജ്യങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നത്. ഭാഷയുടെ പേരിലോ കൾച്ചറിൻ്റെ പേരിലോ ഒരേ കോമൺ ബ്ലഡ് എന്ന ചിന്താഗതിയിലോ അല്ല. പൂർണ്ണമായും റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണൽ ഡിവിഷൻ. അതിൻ്റെ ഭാഗമായിട്ട് പലരും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. പല പാകിസ്ഥാനിലുണ്ടായിരുന്നവരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടും വന്നു. ഇനി നമ്മളൊരു കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. ഇതുവരെ കണ്ട ഫ്രീഡം മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, വേൾഡ് വാറിലെ പ്രസ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കാലത്തെ പ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാത്തിനും ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നൊരു പാരഗ്രാഫ്. ദ സാഗ ഓഫ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഈസ് ഓൾമോസ്റ്റ് സിനോണിമസ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്രസ്. നാഷണൽ കോൺഷ്യസ്നസ് വാസ് അറൗസ്ഡ്, സസ്റ്റൈൻഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്. ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമാണ് പറയുന്നത്. പ്രസ്സിൻ്റെ ശക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം ഇന്ത്യക്കാരിൽ
നാഷണാലിസം, രാജ്യത്തോടുള്ള ദേശീയത എന്ന വികാരം, സ്വന്തം രാജ്യം എന്നുള്ള മനോഭാവം അത് വളർത്തിയെടുക്കാനും ഒപ്പം തന്നെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അശ്രാന്തമായിട്ടുള്ള പരിശ്രമം കാഴ്ചവെക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും അവരെ കൂടി അതിലേക്ക്, ഇത് ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടേണ്ടത് ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ അങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ താല്പര്യമല്ല, അത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പത്രങ്ങൾക്ക് കഴിയുകയും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരാൽ കഴിയാവുന്ന വിധം പ്രവർത്തിക്കുകയും, എല്ലാവർക്കും വാളും കുന്തവും എടുത്തിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ ലൈഫ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല. അപ്പം എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ പ്രവൃത്തിയിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ അന്ന് ഇറങ്ങിയിരുന്ന ന്യൂസ് പേപ്പേഴ്സിനും പീരിയോഡിക്കൽസിനും സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. ദി ഇന്ത്യൻ പ്രസ് പ്ലേഡ് എ വാലിയൻറ്റ് റോൾ ഇൻ ദി സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ ഇന്ത്യൻ പ്രസ് അവരാൽ കഴിയുന്ന വിധം, കാരണം പ്രീ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, വെർനാക്കുലർ പ്രസ് ആക്ട് ഏർപ്പെടുത്തി, ഇതൊക്കെ ഏർപ്പെടുത്തുമ്പോഴും 1000-ങ്ങളും 2000-ങ്ങളും 10,000-ങ്ങളൊക്കെയാണ് പിഴയായിട്ട് ഓരോ പത്രങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ആ പ്രസിദ്ധീകരണം നിർത്തിയിട്ട് പിഴ അടയ്ക്കുന്നില്ല, ഞങ്ങളിനി പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈയഴുകി പോവാം. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത് പ്രസിദ്ധീകരിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഈ പ്രീ സെൻസർഷിപ്പിനും ഈ പിഴ അടയ്ക്കാൻ പറയുമ്പോൾ അത് അടയ്ക്കാനും ഒക്കെത്തിനും ആര് തയ്യാറാവുന്നത്? ഇന്ത്യയിലെ രാജ്യസ്നേഹമുള്ള പത്രപ്രവർത്തകരും സ്വാതന്ത്ര്യ സമര സേനാനികളും തയ്യാറാവുന്നു. അവരിൽ അത്രയും പൈസ ഉണ്ടായിട്ടല്ല, പലപ്പോഴും ഗാന്ധിജിയുടെ പത്രം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ പിരിവിട്ട് പൈസ ഉണ്ടാക്കി ഗാന്ധിജിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ആ പത്രത്തിലൂടെ ഗാന്ധിജിക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കട്ടെ, എങ്കിൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപകരിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ജനങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഗാന്ധിജിയിൽ നിന്ന് പത്രം മേടിക്കാനും ഗാന്ധിജിയുടെ പത്രം നിർത്തരുതൊരു കാലത്തും എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ പ്രവർത്തിച്ചത്. The nationalist press had to face the wrath of the British by way of censorship, fine, arrest, exiles, outright closure and suppression. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വലിയ രീതിയിലുള്ള ഫൈൻ അടപ്പിക്കുക, അറസ്റ്റ് ചെയ്ത് ഒരു കാരണവുമില്ലാതെ സെഡീഷ്യസ് റിട്ടൺ ഡോക്യുമെൻ്റ് എന്നുള്ള പരാതിയിന്മേൽ മാത്രം, അതും സെഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തെ ഇളക്കി വിടാനോ ഒരു ഭൂപ്രദേശത്തുള്ള ആൾക്കാരെ മറ്റൊരു പ്രദേശത്തുള്ള ആൾക്കാർക്കെതിരായിട്ട് തിരിക്കാനോ അല്ല, ഗവൺമെൻറ് കാണിക്കുന്ന അനീതികളെ തുറന്നു കാട്ടി എന്ന കാരണം കൊണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ബാലഗംഗാധർ തിലകിന് 18 വർഷത്തെ തടവ്. എന്താ ചെയ്ത കുറ്റം? ഗവൺമെൻറ് ചെയ്ത തെറ്റിനെ ജനങ്ങളുടെ മുന്നിൽ പത്രത്തിലൂടെ അവതരിപ്പിച്ചു. ഇതാണോ വിദ്വേഷമുണർത്തുന്ന ലേഖനം? ഇന്ത്യ സ്വാതന്ത്ര്യം നേടണം, ഇന്ത്യ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞതാണോ ബാലഗംഗാധർ തിലക് ചെയ്ത തെറ്റ്? അപ്പം ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലൂടെ എങ്ങനെയും ഇന്ത്യയിലെ പത്രങ്ങളെയും ഇന്ത്യയിലെ പ്രസിദ്ധീകരണങ്ങളെയും അടിച്ചമർത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമം, അതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും മറികടക്കാനും ഇന്ത്യയിലെ ദേശസ്നേഹികളുടെ പത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലരെയും ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തി എക്സൈൽ ചെയ്തു. പലരുടെയും മേൽ വലിയ രീതിയിലുള്ള ഫൈൻ അടപ്പിച്ചു. പലരുടെയും സ്ഥാപനങ്ങൾ കാരണമില്ലാതെ അടച്ചുപൂട്ടേണ്ടി വന്നു. എന്നിട്ടും ജനങ്ങളുടെയും
അവരുടെ സ്വപ്രയത്നത്തിൻ്റെയും ഭാഗമായിട്ട് അവർ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ശക്തമായിട്ട് തിരിച്ചു വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജന്മാവകാശമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട്. അത് നേടിയെടുക്കുന്നവരെ ഈ പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇന്ത്യക്കാരുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്. ആ തിരിച്ചറിവിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ബുദ്ധിമുട്ടുകളായിട്ടേ തോന്നിയില്ല. അതുകൊണ്ടാണ് ഗാന്ധി ആദ്യം പത്രം തുടങ്ങി, പിന്നെ നിർത്തേണ്ടി വന്നു, പിന്നെ വീണ്ടും തുടങ്ങി. ഗാന്ധിജിയുടെ പത്രത്തിന് സബ്സ്ക്രിപ്ഷൻ ഫീ ഇല്ലായിരുന്നു, വളരെ ചുരുങ്ങിയൊരു എമൗണ്ട് മാത്രം. നടത്തിക്കൊണ്ടു പോകാൻ പ്രയാസം, കാരണം ഗാന്ധിജി ഒറ്റ പരസ്യങ്ങൾ കൊടുക്കില്ലായിരുന്നു. കാരണം ആഡ് കൊടുത്താൽ നാളെ ആ ആഡ് തന്ന ആൾക്കെതിരെ എഴുതേണ്ടി വന്നാൽ എനിക്ക് എഴുതാൻ പറ്റണം. എൻ്റെ മനസാക്ഷിക്ക് അന്നും ഒരു കുറ്റബോധവും തോന്നാത്ത വിധത്തിൽ എനിക്ക് അയാളെക്കുറിച്ച് എഴുതാൻ പറ്റണം. അയാളൊരു തെറ്റ് ചെയ്താൽ എനിക്കത് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റണം. അയാളുടെ പൈസ മേടിച്ച് അയാളുടെ പൈസ കൊണ്ട് പരസ്യം കൊണ്ട് ഞാൻ പത്രം നടത്തിയിട്ട് അയാൾക്കെതിരെ എഴുതാൻ എനിക്ക് മടിയുണ്ടാവും. ആ തിരിച്ചറിവാണ് ഗാന്ധിജി പരസ്യം പത്രത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. ഇന്നത്തെ കാലത്ത് പരസ്യമില്ലാതെ ഒരു പത്രത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന 7 രൂപയ്ക്കോ 7 രൂപ 50 പൈസയ്ക്കോ ഒന്നും പത്രസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ചിലവാണ്. എല്ലായിടത്തും റിപ്പോർട്ടേഴ്സ് വേണം. ആ റിപ്പോർട്ടേഴ്സിന് എല്ലായിടത്തേക്കും ഓടിയെത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യണം, വാർത്തകൾ കളക്ട് ചെയ്യണം. 15-16 മണിക്കൂറിനകത്ത് ആ വാർത്തകളെ ക്രോഡീകരിച്ച് ഏതൊക്കെ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്ത കെട്ടുകൾ അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് വരെ എത്തിച്ചു കൊടുക്കണം നേരം വെളുക്കുമ്പോഴേക്കും. ആ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോക്കലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി അത് ആ കെട്ടുകൾ എടുത്തു കൊണ്ടുപോയി ഓരോ വീട്ടിലും എത്തിക്കണം. വളരെ നീണ്ടുപോകുന്നൊരു പ്രക്രിയയാണ്. പക്ഷെ വേറെ നിവർത്തിയില്ല. പത്രത്തിൽ മാത്രമേ വളരെ ഇലാബറേറ്റ് ആയിട്ട് വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളുടെയും ഈച്ച് ആൻഡ് എവറി ഇഞ്ച് ബൈ ഇഞ്ചായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വാർത്താ ചാനലുകൾക്ക് അതിനുള്ള നേരമില്ല. ഇവിടെ പരസ്യത്തിൻ്റെ പിന്നാലെ ഓടണം, പ്രോഗ്രാമുകൾ നന്നാവണം. നിങ്ങൾ ചില ന്യൂസ് ചാനൽ ചർച്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ പ്രധാനപ്പെട്ട വ്യക്തികളെ ആയിരിക്കില്ല വിളിക്കുക. ചിലപ്പോൾ സ്പോക്സ് പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. അയാൾ കൃത്യമായിട്ട് ആ പ്രകോപനത്തിൽ കയറി പിടിക്കും. പിന്നെ അസഭ്യം, തെറിവിളി കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങോട്ട് നീങ്ങും. പക്ഷേ ന്യൂസ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈക്ക് കിട്ടും. ഒരാൾ ചർച്ചയിൽ ചീത്ത പറയുന്നതും എതിരാളിയെ അസഭ്യം പറയുന്നതിൻ്റെയും ക്ലിപ്പുകൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് അവരവരുടെ പരസ്യം കാണിക്കും. എന്നിട്ട് പറയും, ഇന്ന് രാത്രി 8:30 എൻകൗണ്ടർ, ടു ദ പോയിന്റ്, പോയിന്റ് ബ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളുടെ പേര് പറയും. അപ്പോൾ എന്തോ ബെസ്റ്റ് അടിയാണല്ലോ, എന്തിൻ്റെ പേരിലാണ് ആ അടി, എന്തായാലും കാണണമെന്ന് 1 മണിക്കൂർ നമ്മളതിൻ്റെ മുമ്പിൽ പിടിച്ചിരുത്തും. ഒന്നും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ഒന്നെങ്കിൽ ന്യൂസ് ആങ്കർ തന്നെ ശ്രമിക്കും, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അതിനുള്ള മറുപടി ആയിട്ടായിരിക്കും ചിലപ്പോൾ അയാളുടെ കൾച്ചറിനനുസരിച്ച് മറുപടി കൊടുത്തതായിരിക്കാം. പക്ഷെ പത്രം അങ്ങനെയല്ല. പത്രത്തിന് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനില്ല, പുതിയൊരു വാർത്ത കൊടുക്കാനില്ല. കാരണം ഓൾറെഡി TV ന്യൂസിൽ അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഒരു കളി നടന്നു, IPL ഒരു മാച്ച്. ഞാൻ ആ മാച്ച് മുഴുവൻ കണ്ടതാ. ആര് ജയിച്ചു എന്നറിയാം, ആര് ഫോമായി എന്നറിയാം, എങ്ങനെയാണ് കളി സംഭവിച്ചതെന്നറിയാം, എന്താണ് അവസാനം ഉണ്ടായതെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പേപ്പറിൽ ആ കളിയെക്കുറിച്ചുള്ള വാർത്ത വായിക്കുകയാണ്. എന്തിനാണ്? കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ. ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ആ പത്രത്തിന് എന്ത് വിശദീകരണമാണ് തരാനുള്ളതെന്ന് മനസ്സിലാക്കാൻ.
ഇതിനാണ് ഞാനത് വായിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കളി കണ്ടാൽ ഇപ്പോൾ ഒരു പ്ലെയറിനെ ഇറക്കിയില്ല, എന്താണ് കാരണം? അത് ഞാൻ കളി എത്ര വട്ടം ഇരുന്ന് കണ്ടാലും കാര്യമില്ല, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസത്തെ പത്രത്തിലുണ്ടാവും ആ താരത്തിന് പരിക്ക് മൂലം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത് മൂലം ആ പ്ലെയറിന് ഇന്നലത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അയാൾക്ക് പകരം ഇന്ന പ്ലെയറാണ് ഇന്നലെ മത്സരിക്കാൻ ഇറങ്ങിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലൂടെ മാത്രമേ നമുക്കറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. A few succumbed to pressure, a few gave up voluntarily in the midst of difficulties, and many others fought valiantly and came out victorious. കുറേ പത്രങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ പലർക്കും അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ചിലർ സ്വമേധയാ നിർത്തി അവസാനിപ്പിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. കാരണം വെറുതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ പൈസ കുറേ കളഞ്ഞതുകൊണ്ട് ഉപകാരമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ സ്വയം ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറായവരുണ്ട്. പിന്നൊരു വിഭാഗമുണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പോരടിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കുമെന്നും എത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചാലും നമ്മളുടെ പത്രത്തിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുമെന്നുള്ള നിർബന്ധപൂർവം ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ആളുകളുണ്ട്. അവർ പിന്നീട് വിജയിക്കുകയും അവരുടെ പത്രങ്ങൾ ഇന്നും പലതും തുടർന്നു. ഇപ്പോൾ ദി ഹിന്ദു ഇന്നും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദ നാഷണലിസ്റ്റ് പ്രസ് ഷോഡ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ ഡ്യൂറിങ് ദ സ്ട്രഗിൾ ഫോർ നാഷണൽ ഫ്രീഡം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പ്രസ് ഇന്ത്യക്ക് കൊടുത്ത ഊർജം എന്ന് പറയുന്നതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത ഒരു ബാക്കപ്പ്, ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ശക്തമായിട്ടുള്ള പ്രസ്സിൻ്റെ ഇടപെടലാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതും ഇത് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്തതും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന് ന്യൂസ് ഏജൻസീസാണ്. അതിൽ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയും ഇന്ത്യൻ ന്യൂസ് ഏജൻസീസിനെയും നമ്മൾ പരിചയപ്പെട്ടു. ഇന്ത്യൻ ന്യൂസ് ഏജൻസീസിന് എന്ത് സംഭവിച്ചു എന്നും ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയായ റോയിട്ടേഴ്സിൽ നിന്ന് അവരെത്രത്തോളം ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ത്യ ആദ്യമായിട്ട് തുടങ്ങിയ ഇന്ത്യൻ ന്യൂസ് ഏജൻസിക്ക് എന്ത് സംഭവിച്ചു എന്നും പിന്നീട് രണ്ടാമത്തെ ന്യൂസ് ഏജൻസി എങ്ങനെ അവസാനിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടു. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഇന്ത്യൻ പ്രസ് നിർവഹിച്ച പങ്ക് എന്താണെന്നാണ് നമ്മൾ കണ്ടത്. പലരും ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ടും പലരുടെയും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സംഭവം വരെ ഉണ്ടായി എന്നും നമുക്കതിലൂടെ മനസ്സിലായി. പിന്നീട് ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പ്രസ്സിന് സംഭവിച്ച മാറ്റം, പല പ്രസ്സുകളും ബ്രിട്ടീഷ് അധീനതയിലുള്ള പല കമ്പനികളും ഇന്ത്യൻ ഓണർഷിപ്പിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള എല്ലാ പത്രങ്ങളും പാകിസ്ഥാനിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഓണർഷിപ്പിലുള്ള എല്ലാ പത്രങ്ങളും ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. പിന്നെ നമ്മൾ കണ്ടത് മൊത്തത്തിലുള്ളൊരു കൺക്ലൂഷൻ അവലോകനമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, പ്രസ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടത്ര സപ്പോർട്ട് കൊടുത്തു. അവരാൽ കഴിയുന്ന വിധം എല്ലാ ഗവൺമെൻറ് എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടും പല പത്രങ്ങളും മുന്നോട്ട് വരികയും പിടിച്ചു നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എളുപ്പമായതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞതും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾ കാഴ്ചവെച്ച പ്രകടനം, അല്ലെങ്കിൽ എന്തായിരുന്നു അവർക്ക് പിന്നീട് തരാണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻ. കാരണം അതുവരെ എപ്പോഴും ഫ്രീഡം സ്ട്രഗിളിന് സപ്പോർട്ട് ചെയ്യുക, ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി പ്രവർത്തിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുക, ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക. പക്ഷേ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഒന്നിൻ്റെയും ആവശ്യം ഇന്ത്യയിലെ പ്രസ്സിന് പിന്നീടില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രസ് എന്താണ് ഇന്ത്യയിൽ ചെയ്തത്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ജാഗ്രതയോടുകൂടി ഇരിക്കുക, സേഫായിട്ടിരിക്കുക. ഒപ്പം നല്ല ദിവസങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.